ടിൻഡു, പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാകുന്നൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ. കഴിഞ്ഞ മഴക്കാലത്തും തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്ന സാഹചര്യവുമുണ്ട് ഈ വെള്ളക്കെട്ട് മൂലം. ഇത്തവണയും വെള്ളക്കെട്ട് പലയിടത്തും രൂക്ഷമാകുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. ടിൻഡുവിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നൊരു സാഹചര്യമാണ്. ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് വഞ്ചിയൂർ പള്ളിമുക്ക് ഭാഗത്താണ്. ഈ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വഞ്ചിയൂർ, ചാക്ക, പേട്ട തുടങ്ങിയ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇന്നലത്തെ പെയ്ത മഴയിൽ തന്നെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബണ്ട് റോഡ് നിറയുക എന്നതാണ്. ഈ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഭാഗത്തെ ബണ്ട് റോഡ് നിറയുന്ന സാഹചര്യം വരുമ്പോഴാണ് അതിശക്തമായിട്ടുള്ളൊരു മഴ ലഭിച്ചുവെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം കരമനയാറ്റിലെയും അതോടൊപ്പം തന്നെ മറ്റ് ആറുകളിലേക്ക് വെള്ളം ശക്തമായി ഒലിച്ചു വരുന്നത് ഈ ഭാഗത്തേക്കാണ്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മഴവെള്ളമാണ് രൂക്ഷമായിട്ടുള്ളത്. കാരണം നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കെടുകാര്യസ്ഥത. കാരണം സമയബന്ധിതമായിട്ട് ഈ ഓടകളും മറ്റും വൃത്തിയാക്കില്ല. സമയബന്ധിതമായിട്ട് ഡ്രൈനേജ് സംവിധാനങ്ങൾ പൂർത്തിയാക്കാത്തൊരു ഘട്ടമൊക്കെ വരുന്നുണ്ട്. ആ സാഹചര്യം വരുമ്പോൾ തന്നെ മഴ കനക്കുമ്പോൾ ഇത്തരത്തിൽ വെള്ളം കയറുന്ന അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. വെള്ളം ഒഴുകിപ്പോകുന്ന വെള്ളമല്ല. അപ്പോൾ ഈ വെള്ളമൊക്കെ ഇത്തരത്തിൽ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കാലങ്ങളായിട്ട് ഇത്തരത്തിൽ അടഞ്ഞു കിടക്കുന്ന ഓടകളാണ്. ഈ ഓടകളാണ് വെള്ളം നിറഞ്ഞ് ഇത്തരത്തിൽ മനുഷ്യർക്ക് നടക്കുന്ന വഴിയിൽ ഈ അല്ലെങ്കിൽ റോഡിലൊക്കെ ഈ ഇത്തരത്തിലൊരു ദുരിതം വിതയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചാക്ക, വേളി, ബാലഭവൻ നഗർ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഇതിനോടകം തന്നെ വെള്ളം പെരുകിയിട്ട് അല്ലെങ്കിൽ വെള്ളം കയറിയിട്ടുണ്ട്, വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ പട്ടം, മുറിഞ്ഞപാലം ഭാഗത്തും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്, വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇന്നലെ ഇന്നും പെയ്ത മഴയിലായിട്ട് തലസ്ഥാന ജില്ലയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 12-ലധികം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഒരാൾക്ക് മരം വീണ് ഗുരുതരമായി പരിക്ക് പറ്റി. 100-ലധികം റെസ്ക്യൂ ഓപ്പറേഷൻസുകളാണ് ഇന്നലെ ഒരു രാത്രി തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനുകളിലായിട്ട് നടന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു കനത്ത ജാഗ്രത പാലിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ മഴ അല്ലെങ്കിൽ ഇപ്രാവശ്യം പെയ്യുന്ന മഴ കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നോടിയായിട്ട് തന്നെ പെയ്യുന്ന മഴ അത് മണ്ണിടിച്ചിലിനും അതോടൊപ്പം തന്നെ ലാൻഡ് സ്ലൈഡിനും ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമുണ്ടാക്കുന്നൊരു പ്രകൃതി ദുരന്തങ്ങളും മറ്റും ഉണ്ടാക്കുന്ന മഴയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് IMD ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. 27-ാം തീയതിയോട് കൂടി സംസ്ഥാനത്ത് മൺസൂൺ എത്തുമെന്ന് പറയുമ്പോൾ 27-ാം തീയതിക്ക് മുന്നേ തന്നെ മഴ കനക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അതിനു മുന്നേ തന്നെ സർക്കാർ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ, മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കിയില്ല എങ്കിൽ വിവിധ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരത്തിൻ്റെ ഹൃദയഭാഗമൊക്കെ വെള്ളത്തിലാകുന്ന ഒരവസ്ഥ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ മഴ പെയ്തതിന് ശേഷമാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഓട വൃത്തിയാക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ ശുചീകരണ തൊഴിലാളികൾ എത്തി ഈ ഓടകൾ തുറന്നു വിടുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും വലിയ രീതിയിലൊരു ദുരിതം കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ പെയ്ത മഴയിൽ തലസ്ഥാന ജില്ലയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നും ആയിട്ട് പെയ്ത മഴയിൽ ജില്ലയിലെ വിവിധ ഇടങ്ങളിലാണ് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിൻ്റെ തന്നെ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്ന കനകക്കുന്നിലെ എല്ലാ സ്റ്റോളുകളും ശക്തമായ കാറ്റിൽ തകർത്തടിയപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പുലർച്ചെ നെയ്യാറ്റിൻകരയിൽ നിർത്തിയിട്ട കാറിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായിട്ടുണ്ട്. ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴ തുടരുന്നുണ്ട്. വിഷ്ണുപ്രദേശത്ത് മഴ ലഭിക്കുന്നുണ്ട്. നദി കരമനയാറ്, അരുവിക്കര ഡാം ഇതിലേക്ക് കരകവിഞ്ഞ് ഒഴുകാനുള്ള സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട്. നദീതീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യമെങ്കിൽ തദ്ദേശ
സ്ഥാപനങ്ങളെ ബന്ധപ്പെട്ട് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറാനുള്ള ഒരു നീക്കവും നടത്തണമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കും. എന്തായാലും വരുന്ന 3 മണിക്കൂറിൽ ദിനാന്തരീക്ഷ വ്യവസ്ഥ മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിലവിലെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെഡ് അലേർട്ടുകൾക്കും അതോടൊപ്പം തന്നെ അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾക്കും ഒക്കെ മാറ്റം സംഭവിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേവിക. ശരി, ഇനി കോഴിക്കോട് നിന്ന് ദിഷ്ണ സുരേഷൊപ്പം കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ കൂടി ചേരുകയാണ്. ദിഷ്ണയിലേക്ക് എത്തുമ്പോൾ ദിഷ്ണ, കോഴിക്കോട് ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? മഴ ശക്തമായി തുടരുന്നുണ്ടോ? കാസർഗോഡ് അടക്കമുള്ളിടത്ത് വലിയ രീതിയിലുള്ള മഴ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടക്കം അടച്ച ഒരു ഘട്ടമാണല്ലോ ഇത്. വീടിന്റെ മുകളിലേക്കാണ് ഈ ആൽമരം വീണിട്ടുള്ളത്. ആ വീടിന് മുകളിലായി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. അതായത് വീടിന് സൈഡിലായി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിട്ടുള്ളത്. ഇത് പൊതുകിണറിൽ നിന്നും ഉണ്ടായ ഒരു ആൽമരമാണ്. ആ ആൽമരമാണ് ഈ വീടിന് മുകളിലേക്ക് നിലംപതിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആളുകൾ എത്തി അത് നീക്കം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. എന്തായാലും കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ മരം വീണത്. എങ്ങനെയാണിത്? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇത് രണ്ടാം പ്രാവശ്യമാണ് ഈ മരം കൊമ്പൂട്ടി വീഴുന്നത്. അപ്പോൾ ഇതിനെ മുറിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ ആളുകൾ ആവശ്യം ഇപ്പം കിണർ ഉപയോഗിക്കുന്നില്ല. ആ കിണർ പൂർണ്ണമായി തോർത്ത് ഈ ആൽമരം വെട്ടിമാറ്റാനുള്ള അഭിപ്രായമാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഒരു പെറ്റീഷൻ കൊടുത്തതാണ്. അടിയന്തരമായി അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇടക്കിടക്കിൻ്റെ വിഷയം നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് നിരവധി തവണ ഇത് ആവശ്യപ്പെട്ടിരുന്നു എന്നൊരു കാര്യമാണ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ആൽമരായതുകൊണ്ട് ഇവിടെ എന്താ പ്രശ്നം? ഈ ആൽമരായതുകൊണ്ട് പലപ്പോഴും മുറിക്കാൻ ചിലർ മടിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കോർപ്പറേഷനെ പറ്റി നേരെ ഈ മാസ് പെറ്റീഷൻ കൊടുത്തതാണ്. അപ്പം വീണ്ടും ഇതിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ആൽമരം മുറിച്ച് മാറ്റി ഇപ്പോൾ കിണർ ഉപയോഗിക്കുന്നില്ല. എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? ഇവിടുത്തുമായി ബന്ധപ്പെട്ടതിനിപ്പോൾ മുറിച്ച് മാറ്റിയാലേ അറിയുള്ളൂ. പിന്നെ നമ്മുടെ വാർഡിൽ പല ഭാഗത്തായിട്ട് തെങ്ങും ഇതുപോലുള്ള മരങ്ങളും വീണിട്ടുള്ള അവസ്ഥ പൊതുവായിട്ടുണ്ട് രാത്രിക്കാലത്ത്. വാഹനങ്ങളൊക്കെ കുടുങ്ങി കിടക്കുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ വീടിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു? വീടിൻ്റെ അകത്ത് ആളുകളുണ്ടായിരുന്നു. അപ്പം വീടിൻ്റെ അകത്ത് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഒഴിവ് നോക്കി വീണ കൊണ്ടിട്ട് വലിയൊരു അപകടം ഒഴിവായി. അപ്പോൾ കാറ്റിന് അപ്പം 3 വണ്ടി ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു, 2 വീലർ. ഇതിൽ 2 എപ്പോഴും അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നത്. ഒന്ന് ഞങ്ങൾ അങ്ങോട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും മരം കുത്തി മാറ്റിയാലേ ഇതിൻ്റെ നാശനഷ്ടങ്ങൾ എന്താണെന്ന് അറിയുള്ളൂ. പിന്നെ ഈ വീടിൻ്റെ മതിൽ ഒരു സൈഡ് പൂർണ്ണമായിട്ട് പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇനിയും ഈ മരത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് വീണത്. ഈ 75% ഇനി വീഴാൻ കിടക്കുന്നത്. അപ്പോൾ അടിയന്തരമായിട്ട് ഇത് മുറിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് പ്രദേശവാസികളായ 5-6 വീടുണ്ട്. അത് ഇനി കാറ്റിന് വീഴാന്നുണ്ടെങ്കിൽ ആ വീട് പൂർണ്ണമായിട്ടും തകരും. ആ വീടിൻ്റെ ഈ ഭാഗം തന്നെ നോക്കിയാൽ കാണാം. ആ കൊമ്പ് ഇതിൻ്റെ മുകളിലാണുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് അടിയന്തരമായിട്ട് മുറിച്ച് മാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദേവിക, ഈ വീടിനോട് ചേർന്നിട്ടുള്ള മതിലൊക്കെ തന്നെയും പൂർണ്ണമായി തകരുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. എന്തായാലും വലിയൊരു ആൽമരമാണ്. ആ ആൽമരം വീടിന്റെ കാർപോർച്ചിന്റെ ആ ഭാഗത്തേക്കാണ് വീണത്. അതുകൊണ്ട് തന്നെ വലിയൊരു രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. പക്ഷേ 3 വാഹനങ്ങൾ ഈ കാർപോർച്ചിന്റെ അകത്തുണ്ടായിരുന്നു. അതിൽ ഒരു വാഹനം ഈ വീട്ടുകാർ തന്നെ പുറത്തേക്ക് ഇറക്കിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ മരം മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രാത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത്. പുതിയാപ്പയിലെ 3 വീടുകൾക്ക് മുകളിലാണ് ഈ ആൽമരം മറിഞ്ഞു വീണിട്ടുള്ളത്. ദേവിക.